ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാക്കറിയാണ് കേട്ടോ. ഒരു രസകരമായ മാങ്ങാക്കറിയാണ്. നമുക്ക് ഫസ്റ്റ് വേണ്ടൊരു തേങ്ങയാണ്. പിന്നെ നമുക്ക് കുറച്ച് തൈരോ മോരോ എന്തായിക്കോട്ടെ. പിന്നെ കറിവേപ്പിൻ്റെ ഇല, വറ്റൽമുളക്, മുളക്, കടുക്, ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് മാങ്ങയും ഒരു മുളകും ആണ് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ നമ്മളിവിടെ ചിരവി വെച്ചിട്ടുണ്ട്. ഈ ചിരവിതിലേക്ക് നമ്മൾ എന്ത് ഇട്ട് കൊടുത്തു? ജീരകം ഇട്ട് കൊടുത്തു. ജീരകം നമ്മൾ മാങ്ങ അവിടെ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഒന്ന് ചിരവിയത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മാങ്ങ ചട്ടിയിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇടേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ ഈ മഞ്ഞൾപ്പൊടി നമുക്ക് തിളക്കണതിന് മുന്നേ ഇടാം, തിളച്ചിട്ടും ഇടാം. നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അത് മാത്രമല്ല കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. മാങ്ങ മധുരം ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മധുരമാണ്. അപ്പോൾ മാങ്ങ മധുരം ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മാങ്ങ മധുരം ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം, ഒന്നുമില്ല. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇനി നമ്മൾ അതിലേക്ക് ഒരു മുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മുളക് ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് മുളക് ചേർക്കുക. അതായത് എരിവ് ഇനി കൂടുതൽ വേണമെങ്കിലോ കുറഞ്ഞ് വേണമെങ്കിലോ അതിനനുസരിച്ചിട്ടാണ്. മുളക് എന്തായാലും ഇടണം, ഒരു മുളകെങ്കിലും ഇടണം. നമ്മൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് നേരം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ആദയുണ്ടോ നല്ലത് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തേങ്ങ അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊക്കെ ഉണ്ട്. ഇപ്പം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിന് കളറൊക്കെ മാറി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മളിനി ചെയ്യേണ്ടത് ഇതിലേക്ക് വറവിടണം. അപ്പോൾ നമ്മൾ ചട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവിടാം. നല്ല ശുദ്ധമായ കോക്കനട്ട് ഓയിലാണ് നമ്മളിവിടെ എടുക്കുന്നത്. നമ്മൾ ചട്ടി ചൂടായി ചട്ടിയിലത്തെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ആണ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ആണ് നമ്മൾ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും കടുകൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കടുക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ കടുക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ കടുക് ഒന്ന് പൊട്ടി വരണം. നമ്മൾ കടുക് പൊട്ടണ വരെ ഒന്ന് കാത്തു നിൽക്കാം. ഇതെന്ന് വെച്ചാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് അമർത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിനി വറ്റൽമുളക് പൊട്ടിച്ചെടുക്കുകയെന്ന് വെച്ചാൽ 1 - 3 പീസാക്കി പൊട്ടിച്ചെടുക്കണം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വറ്റൽമുളക് ഇടാം. നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വറ്റൽമുളകും കടുകും വേറെ ആയി പോകും. നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഈ വറ്റൽമുളക് കടുക് ഒരുപോലത്തെ അളവിൽ പാകമായിട്ട് നമുക്ക് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഊരാതെ വേണം കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാൻ. 2 അല്ലി വേണം കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ വറവിട്ടിട്ട് മാങ്ങ കറിയിലേക്ക് വറവ് ചേർക്കുക. നമ്മൾ ചട്ടി മാങ്ങാക്കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മളൊരു സെർവ് ബോളിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ഉഗ്രനായ സിമ്പിളായിട്ടുള്ള മാങ്ങാക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്നും കൂടി പറയാണ്.